അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ്. എനിക്ക് കുറേ ദിവസം മുന്നേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പം അതിന് ഞാൻ കുറച്ച് സെർച്ച് ചെയ്ത് നോക്കി. പിന്നെ സെർച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി. പിന്നെ എന്തായാലും ഇന്ന് എനിക്ക് അതിനൊരു ഭയങ്കരമായ ഇൻട്രസ്റ്റ് വന്നു ചെയ്യാന്നുള്ളത്. കാരണം റിയാക്ഷൻ വീഡിയോയ്ക്ക് ഫസ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ടോപ്പിക്കാണ് വേണ്ടത്. അത് ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു റിയാക്ഷൻ വീഡിയോ ഇന്ന് എടുക്കാന്നുള്ളത്. അപ്പം ഇന്ന് എൻ്റെ ഫസ്റ്റത്തെ റിയാക്ഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിൽ കുറേ കമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടാവും. നിങ്ങളത് പറഞ്ഞാൽ മാത്രമേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു റിയാക്ഷൻ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എനിക്ക് കമൻസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്ക് അറിയാനും പറ്റുള്ളൂ. അപ്പം ഞാൻ റിയാക്ഷൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച സമയത്ത് എനിക്ക് വന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിനെ പറ്റി തന്നെ ആയിരിക്കണം ചർച്ച ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് നമ്മളിപ്പം ടി വിയിലാണെങ്കിലും മീഡിയാസിൽ എല്ലാത്തിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. ആ ന്യൂസ് എന്തായാലും നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ? ആ വീഡിയോ കണ്ടപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു അമ്മയും മകളും നെഞ്ചത്തടിച്ചിട്ട് നെഞ്ച് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണല്ലേ. പാവണ്ട്, സങ്കടം തോന്നുന്നുണ്ട് കണ്ടിട്ട്. പക്ഷേ സങ്കടപ്പെടേണ്ട ഒരു മുതലുകളല്ല അത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ന്യൂസ് അറിയുന്നവർക്കും എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പം ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ തൃശ്ശൂർ പുതുക്കാട് നടന്ന ഒരു സംഭവത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മൾ പ്രേമം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ദിവ്യപ്രേമങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊരു ഒന്നൊന്നര പ്രണയകഥയാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാൻ പറയാൻ പോകുന്ന 2 കഥാപാത്രങ്ങളുണ്ട്. അതായത് അനീഷയും ഭവിനും. ഈ 2 കഥാപാത്രത്തിൻ്റെയും ഫോട്ടോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. കണ്ടല്ലോ അല്ലേ? ഇതാണ് ഭവിൻ എന്ന ആളും അതുപോലെ തന്നെ അനീഷ എന്ന് പറഞ്ഞ പെണ്ണും. പെണ്ണാണോ ഇതൊക്കെ, ഒരു പെണ്ണാണോ എന്ന് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഇത് ഉരുക്ക് പോലെയുള്ള ഒരു ശരീരത്തിൽ ഒരു പെണ്ണിൻ്റെ രൂപം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇവരുടെ കഥ എന്താന്നുള്ളതൊന്ന് കേൾക്കാം. അതായത് ഇവർ രണ്ടാളും തമ്മിൽ 4 വർഷത്തോളം ഭയങ്കരമായ പ്രണയത്തിലായിരുന്നു. പ്രണയത്തിലൂടെ ഇവർക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടായി. ആ 2 കുഞ്ഞുങ്ങളും ഉണ്ടായത് ഈ പെണ്ണിന്റെ വീട്ടിൽ തന്നെയാണ്. ആ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്ന ഈ പെണ്ണിന്റെ വീട്ടിൽ, അനീഷ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പെണ്ണിന്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ആ പെണ്ണിന്റെ അമ്മയും ബ്രദറും മാത്രമേ ഉള്ളൂ. ഈ പെണ്ണ് ഗർഭിണിയായത് 2 കുട്ടികളെ പ്രസവിച്ചതൊന്നും ഈ അമ്മയോ ഈ ബ്രദറോ അറിഞ്ഞിട്ടില്ല. വലിയ ഹൈടെക് വീടൊന്നല്ല, ആകെ ചെറിയ വീടാണ്. ഇപ്പോൾ മാക്സിമം പോയാൽ 3 റൂം ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ 2 റൂമൊക്കെ ഉള്ള ഒരു ചെറിയൊരു കുഞ്ഞു വീടാണ്. ആ കുഞ്ഞു വീട്ടിലാണ് ഇവർ 3 പേരും താമസിക്കുന്നത്. അപ്പൊ ഈ ഭവിനുമായിട്ടുള്ള ഈ ഒരു അനീഷയുടെ അടുപ്പത്തിൽ ഇവർക്ക് 2 കുട്ടികൾ ഉണ്ടായി. ആദ്യം കുട്ടി ഉണ്ടായപ്പോൾ ഈ പെണ്ണ് വീട്ടിൽ നിന്ന് തന്നെയാണ് പ്രസവിച്ചു. ആ കുട്ടീനെ കുഴിച്ചിട്ടു. ഈ ഭവിനും കൂടി ചേർന്നിട്ട് കുഴിച്ചിട്ടു. ദെൻ ഇവർ തമ്മിലുള്ള പ്രണയത്തിൽ വീണ്ടും ഇവർക്കൊരു കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടിയെ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ഈ കുട്ടീനെ കുഴിച്ചിട്ടു. ഈ പെണ്ണ് പ്രസവിച്ചതാണ് ഏറ്റവും വലിയ, എന്താ പറയാ, നമ്മളൊക്കെ പ്രസവിച്ച ആൾക്കാരാണ്. അപ്പം നമുക്കറിയാം എത്രത്തോളം അത് വേദന ഉള്ള ഒരു കാര്യമാണെന്നുള്ളത്. ഈ പെണ്ണ് ഒറ്റയ്ക്ക് പ്രസവിച്ചു. ഈ പെണ്ണിൻ്റെ വീട്ടിലറിഞ്ഞിട്ടില്ല, ആരും അറിയാതെ ഒറ്റയ്ക്ക് പ്രസവിച്ചു. ഒറ്റയ്ക്ക് തന്നെ ആ പ്രസവം എടുത്തു എന്നാണ് പറയുന്നത്. യൂട്യൂബൊക്കെ നോക്കി എടുത്തു എന്നാണ് പറയുന്നത്. ഈ പെണ്ണ് എന്ത് ജീവിയാന്ന് വരെ ഞാൻ ആലോചിക്കുന്നത്. കാരണം നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു പെയിന് കൊണ്ട് എത്ര ആൾക്കാരത് ആ ഒരു കരച്ചിൽ കേട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ ഒരു വീട്, ആ 2 റൂം മാത്രമുള്ള ആ ഒരു വീട്ടില് അമ്മ പോലും കേൾക്കാതെ, ഒരു ഞെരുക്കം പോലും ഇല്ലാതെ എങ്ങനെ ഈ പെണ്ണ് പ്രസവിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. പിന്നെ പ്രണയത്തിലാവുന്നു, ഗർഭം ഉണ്ടാവുന്നു, അതൊന്നും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവൾ അമ്മയായി കഴിഞ്ഞാൽ ആ കുട്ടീനെ
കൊന്ന് കുഴിച്ച് മൂടിയിട്ട് വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുമാത്രം ക്രൂരതയുള്ളൊരു സ്ത്രീയാന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആ പെണ്ണിന്റെ ആ ഒരു രൂപം, ഒരു പെണ്ണിന്റെ രൂപവും എന്താ ആ പെണ്ണിന്റെ ഉള്ളിലിരിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തൊരു എന്ത് മനസ്സാണത്, എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് മാത്രം ഒരു കുഞ്ഞിനെയൊക്കെ കൊന്ന് കുഴിച്ചു മൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പം എന്താ പറയാ, ഇത്രയ്ക്ക് എന്നിട്ട് ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ആ അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നാണ് എനിക്ക്. ഇപ്പൊ നമ്മുടെ അമ്മയൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഫിസിക്കലി നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ഒക്കെ അമ്മമാർക്ക് വേഗം മനസ്സിലാവാറുണ്ട്. കറക്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ് അവര് റീസൺ പറഞ്ഞ ഒരു കാര്യം. അപ്പൊ എങ്ങനെയായാലും നമ്മുടെ ഒരു മകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് മാറുന്ന സമയത്ത് ഒരു അമ്മയ്ക്ക് എങ്ങനെയായാലും മനസ്സിലാവും. അപ്പൊ ഈ അമ്മ റീസൺ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യത്തിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും പീരീഡ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് കുറച്ച് വയറൊക്കെ ഉണ്ടാവും. പക്ഷെ ഗർഭിണി ആവാൻ മാത്രമുള്ള വയറുള്ള അത് പോവില്ല ഒരിക്കലും. അത് നമുക്ക് അവര് പറയുന്നതിൽ എത്രമാത്രം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. എന്തായാലും 2 കുഞ്ഞുങ്ങളെയാണ് അവർ കൊന്നൊടുക്കിയത്. അപ്പം ഈ ഒരു 2 ക്രിമിനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ പുറത്ത് വരാൻ കാരണം ആ പെണ്ണിന് ഇയാളെ മടുത്ത സമയത്ത് ആ പെണ്ണ് വേറെ ആളുമായിട്ട് കോണ്ടാക്ട് ആയി. അപ്പൊ ഇവൻ ചെയ്ത പണി, ഇവൻ ആദ്യത്തെ കുഞ്ഞിന്റെ കുറച്ച് അസ്ഥികളൊക്കെ പെറുക്കിയിട്ട് എന്താണ് ശാപം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രിയകളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ അടുത്ത് നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവന് തീരെ വിശ്വാസം ഇല്ല ഇവളെ എന്താണ് ചതിക്കും എന്നുള്ള കാര്യം അപ്പോഴേ അവനറിയാം. അവര് നമ്മൾ റിലേഷൻ ആയപ്പോഴേ അവന് മനസ്സിലായ ഒരു കാര്യമാണ്. എന്നിട്ട് അവനത് സൂക്ഷിച്ച് വെച്ചത് പോലീസ് സ്റ്റേഷനിൽ അവൻ പോയി കംപ്ലൈന്റ് കൊടുത്തപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു 2022 തൊട്ട് 2023 ആ ഒരു കാലയളവിൽ നടന്ന സംഭവമാണിത്. ഇപ്പൊ 2025 ഇത് പുറത്ത് ചാടാൻ അവനാണ് കാരണം. അവള് തേച്ചു പോയപ്പോഴാണ് ഇത് പുറത്തേക്ക് ചാടാനുള്ള കാരണം വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും 2 കുഞ്ഞുങ്ങളെയാണ് ഇവർ 2 പേരും കൊന്നൊടുക്കിയത്. ഈ പെണ്ണിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പെണ്ണിനൊക്കെ എന്തിനാ ഗർഭപാത്രം കൊടുത്തതെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഓരോ ആൾക്കാരും കുഞ്ഞുങ്ങളില്ലാതെ ഓരോ നേർച്ചയും വഴിപാടും ഓരോ ട്രീറ്റ്മെന്റുമായിട്ട് എത്ര ലക്ഷങ്ങൾ വരെ മുടക്കിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അവർക്ക് വരെ ദൈവം കുട്ടികൾ കൊടുക്കാതെ ഇതുപോലെയുള്ള ക്രൂരത കാണിക്കുന്ന ഈറ്റങ്ങൾക്കൊക്കെ എന്തിനാ ദൈവം കുട്ടികളെ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെയൊക്കെ ഗർഭപാത്രം ആദ്യം തന്നെ ഒഴിവാക്കണം. സത്യം പറഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളെ പെണ്ണുങ്ങളെ വരെ പറയിപ്പിക്കാനായിട്ട് ജനിക്കുന്ന ഇവറ്റുകളൊക്കെ എന്തിനാ ജനിപ്പിക്കുന്ന ദൈവം എന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇതുപോലെയുള്ള ഐറ്റംസ് ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഇതുപോലെയുള്ള ഐറ്റംസ് ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള ഓരോ പിഞ്ച് കുഞ്ഞുങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്. അപ്പം ഇനി ഒരിക്കലും ഇതുപോലത്തെയുള്ള അനീഷയും അതുപോലെ തന്നെ ബവിനും ഇല്ലാതാവട്ടെ എന്നാണ് ഞാനിപ്പോ പറഞ്ഞതുപോലെ. അനീഷയും ബവിനും അതുപോലത്തെ കഥാപാത്രങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ അനീഷയുടെ അമ്മയെ പറ്റി പറയാണ്. ആ സ്ത്രീയെ പോലെയുള്ള ഒരു അമ്മ ഇനി ഈ ഒരു ലോകത്ത് തന്നെ ഉണ്ടാവാതിരിക്കട്ടെ. കാരണം മക്കളെ വഴിതെറ്റുന്നുണ്ടെങ്കിൽ മക്കളെ നേർവഴിക്ക് പോവേണ്ട ഉത്തരവാദിത്വം ഓരോ അമ്മമാർക്കും ഉണ്ട്. അപ്പം ആ സ്ത്രീ അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്രയ്ക്ക് പുറത്തൊന്നും പോവാത്ത കുട്ടിയാണ് അനീഷ എന്ന് പറഞ്ഞൊരു കുട്ടി. ലാബ് ടെക്നീഷ്യനാണ് പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ജോലിക്കൊക്കെ അങ്ങനെ പോവാത്ത ആളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ ജോലിക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ആ വീട്ടിലേക്കല്ലേ തിരിച്ചു വരുന്നത്. അപ്പൊ എങ്ങനെയായാലും ആ കുട്ടിയുടെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഇവർക്ക് ഓൾറെഡി അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാമെന്ന് പറഞ്ഞ ആൾക്കാർ അവര് തമ്മിൽ എത്രമാത്രം ഡീപ്പായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്നത്. അവര് തമ്മിൽ ഫിസിക്കലി റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്നുള്ളതൊക്കെ ഈ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു ഗർഭിണിയായ മകളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് എന്തായാലും അതുപോലത്തെ ഉള്ള അമ്മമാരും ഇനി ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ അതുപോലെ ഇങ്ങനെയൊക്കെ ഇപ്പൊ ഒരുപാട് തവണ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ ഉണ്ടായിട്ട് ആ കുട്ടികളെ കുഴിച്ചിടുന്നു എന്നുള്ളത് നമ്മൾ ഒരുപാട് ന്യൂസസിൽ നമ്മൾ കേൾക്കുന്നതാണ്. ഒരുപാട് ഇതിനു മുന്നിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പം
ഇനിയെങ്കിലും നമ്മുടെ നിയമത്തിന് ഇതിനൊക്കെ എന്താ പറയുക തക്കതായ ശിക്ഷ തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു നിയമത്തിൽ അങ്ങനെ ഒരു അതിന് അർഹമായ ഒരു ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും ഈ ഒരു അനീഷയെ പോലെയും അതുപോലെ തന്നെ ഭവിനെ പോലെയുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റഡ് ആവത്തേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ സ്ത്രീ തന്നെ അപമാനമാണ്. അപ്പം അവൾക്ക് തക്കതായ ഇപ്പം ഇവരെ രണ്ടുപേരെയും ജയിലിൽ അടച്ചിട്ട് കുറച്ചു കാലം തടവിൽ ഇട്ടുകൊണ്ട് മാത്രം കാര്യമില്ല. ഇയാൾക്കും അതുപോലെ തന്നെ ഈ അനീഷ എന്ന് പറഞ്ഞ ഈ പെണ്ണ്, ഈ ഒരു സ്ത്രീ അല്ലാത്തൊരു ജീവി, ഇവക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. ഒരു സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മാത്രമുള്ള ആ ഒരു മാനസിക ആ ഒരു ഇതിലുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഒരിക്കലും തന്നെ ഒരു മനുഷ്യ സ്ത്രീയായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണ്, അവളുടെ ഗർഭപാത്രം തന്നെ ഇനി ഒരിക്കലും അവൾക്ക് അമ്മയാവാനുള്ള ഒരു അവസരം ഉണ്ടാവരുത്. അപ്പം ഗർഭപാത്രം തന്നെ നീക്കം ചെയ്യണം. അതാണ് അവൾക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത്. ഒരിക്കലും അവൾ ഇനി ഒരു അമ്മയാവാൻ പാടില്ല. അതുപോലെ തന്നെ ഭവിൻ എന്ന് പറഞ്ഞ ആള് ഇതിനെ കൂട്ട് നിൽക്കുക എന്ന് പറഞ്ഞ ഒരു സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടും കുഴിച്ചിടാൻ വേണ്ടിയിട്ട് അയാൾ കൂട്ട് നിന്നല്ലോ. അപ്പം അയാൾക്ക് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാണ്, നമ്മൾ തടവ് എന്തായാലും നമ്മൾ ജയിലിൽ ഇപ്പോൾ തടവാണല്ലോ കൊടുക്കുന്നത്, വേറെ ഒന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പം അത് മാത്രം കൊടുത്താൽ പോരാ. അവിടെ നിന്ന് നല്ല ഭക്ഷണം കഴിച്ച് അവിടെ ജീവിച്ചുകൊണ്ട് മാത്രമായില്ല. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പം ഭവിനാണെങ്കിലും നമ്മളിപ്പോൾ 24 ഫീമെയിൽ കോട്ടയിൽ ഫിലിമൊക്കെ കണ്ടിട്ടില്ലേ, അതിൽ റീമ കല്ലിങ്കൽ നമ്മളെ ഫഹദിന് കൊടുത്തില്ലേ, അതുപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് അവനും കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും തക്കതായ ശിക്ഷ തന്നെ കിട്ടട്ടെ. ആ 2 കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കി ഇവരെ ഒരിക്കലും പുറത്തിറങ്ങി സുഖിച്ച് ജീവിക്കാൻ ഇടയാവരുത്. അത്രയ്ക്ക് അനുഭവിക്കണം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഓക്കെ.